ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടെന്ന് ആലോചിച്ചിട്ട് ചില കമൻറ്റ്സ്, സോഷ്യൽ മീഡിയ കണ്ട ചില കമൻറ്റ്സാണ് ഇതിന് ആധാരം. നമ്മളെന്നും കൊട്ടിഘോഷിക്കുന്നത് ഹെൽത്ത് കെയറിൽ കേരളം നമ്പർ 1 ആണ്, കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാൽ സാധാരണക്കാർക്ക് മാത്രമാണ് ഈ നമ്പർ 1 ഒക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരും കാശുള്ളവരും ഈ നമ്പർ 1 സിസ്റ്റത്തെ, ഈ കൊട്ടിഘോഷിക്കുന്ന നമ്പർ 1 സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്താ? എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ വലിയ കോൺഫിഡൻസ് ഇല്ലാന്ന് തോന്നുന്നു. കാരണം അവർ ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലും മറ്റുമാണ്. സാധാരണക്കാരായ നമുക്കത് പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ അമേരിക്കയിൽ പോകാനോ അതല്ലെങ്കിൽ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് അത്രയ്ക്ക് ലക്ഷങ്ങൾ വരുന്ന ബില്ല് അഫോർഡ് ചെയ്യാൻ നമുക്ക് സാധാരണക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബിസ്മീർ നമ്മൾ 37 വയസ്സായിരിക്കും, പുള്ളിയുടെ വയസ്സ് 37 തോന്നുന്നു. പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് പുള്ളിയെ കൊണ്ട് പുള്ളിയുടെ ഭാര്യ വെളപ്പിൽശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഒരു പക്ഷേ പുള്ളിയുടെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു. പുള്ളി ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു. അങ്ങനെ പോകുമ്പോഴോ ആ കാശിന് വേണ്ടി അവർ ഉടനെ തന്നെ സ്ട്രക്ചർ വരുന്നു, വീൽ ചെയർ വരുന്നു, ഉടനെ എന്താ പറയുക ഇന്റൻസീവ് കെയർ ICUലേക്ക് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് കൂടി ഒരു VIP ട്രീറ്റ്മെന്റ് കിട്ടിയേ. പക്ഷേ ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ സ്വിഗ്ഗി ഡെലിവറി ബോയ്ക്ക് മാത്രമല്ല, പുള്ളിയെ പോലെ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് സാധാരണക്കാരന് ഒരു ലക്ഷറി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന സാധനം പ്യൂർ ബിസിനസ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ലോകത്ത്. അത് നമ്മുടെ നാട് വലിയ വ്യത്യാസമൊന്നുമല്ല. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടു. എന്തുമാത്രം വേദന ഉണ്ടാകുന്ന കാര്യമെന്ന് നിങ്ങൾക്കറിയോ? പുള്ളിക്കാരൻ ഓക്സിജന് വേണ്ടിയിട്ടാണ്. പുള്ളിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ എന്താ പറയുക, വന്ന ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്, പുള്ളി പറയുന്നുണ്ടായിരുന്നു എന്നാണ് പുള്ളിക്ക് മക്കളുണ്ട്, പുള്ളിക്ക് മരിക്കണ്ട എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം പെയിൻഫുൾ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മൾ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ഓപ്പൺ മെറിറ്റിൽ പഠിച്ച് നല്ല മാർക്കോടെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് എന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ നിവർത്തികേട്. ഞാൻ പറഞ്ഞ മാതിരി ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ലക്ഷങ്ങളുടെ ബില്ല് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ജീവൻ എടുക്കേണ്ടവർ ജീവൻ സംരക്ഷിക്കേണ്ടവർ ജീവൻ എടുക്കുന്നവരാകുമ്പോൾ എങ്ങനെയായിരിക്കുക? അവിടെ ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടു, ആ വെളപ്പിൽശാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെന്നും അവിടെ എല്ലാം ബന്ദ് ചെയ്തിട്ടേക്കായിരുന്നു. ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത ഡോക്ടർ ഒത്തിരി ബഹളം, ഒത്തിരി ഡോറൊക്കെ നോക്കിയതിനു ശേഷം ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്തോ മറന്നുപോയല്ലോ, പിന്നെന്തോ ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ന്യൂസസ് കണ്ടത്. എനിക്കറിയില്ല അത് നടന്നതാണ്. പക്ഷെ എന്തായാലും ആ മനുഷ്യന്, ബിസ്മീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പുള്ളിയുടെ കുഞ്ഞുങ്ങൾ അനാഥരായി, കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെയായി, ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടു. ഒരു ഉപ്പയ്ക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു. ഒരു ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കൾക്ക് ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾക്ക് ഒരു സഹോദരനെ നഷ്ടപ്പെട്ടു. ആരാണ് ഉത്തരവാദി? ഞാനൊക്കെ വളരെ അഭിമാനത്തോടെ, വളരെ പ്രൗഡായിട്ട് കേരളത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ, നോർത്തിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരോട്. അവരും പറയും, കേരളത്തിൽ എവിടെ നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ വിഷ്ണു, നമ്മളെ നാട്ടിൽ പലയിടത്തും നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇല്ലാന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. എന്നാൽ ഇതാണോ നമ്മുടെ ഈ നമ്പർ 1 മോഡൽ? എല്ലാവർക്കും US എല്ലാവർക്കും മറ്റേ പുറത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? സാധാരണക്കാർക്ക് ഹോസ്പിറ്റൽ വേണ്ടേ? ഞാൻ ഇതിന് കോൺട്രാഡിക്റ്റ് ആയിട്ട് 1-2 ന്യൂസസ് കണ്ടു. ഈ മെഡിക്കൽ കെയറിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ വർക്ക് ലോഡ് കൂടുതലാണെന്ന്. ശരിയായിരിക്കാം, ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് അവരുടെ വർക്ക് ടൈമിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുന്നില്ല? ഈ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഓരോ ദിവസവും ഒരുപാട് ജീവനുകൾ അവരുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നിന്നുള്ള ചെറിയൊരു കാര്യം പോലും ഒരു ജീവന് എടുക്കും. ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷകൾ തല്ലിക്കൊടുത്തു. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ് ആണ് ഗൈസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പോലുള്ള സിസ്റ്റത്തിൽ അവരുടെ വർക്ക് ലോഡ് ഒപ്റ്റിമൈസ്ഡ് ആകണം. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഉണ്ടാകണം. എനിക്കറിയാം, ഞാൻ ഇന്നും കൂടി ഞങ്ങളുടെ മറ്റേ ചാനലിലെ സ്ട്രീമിങ്ങിൽ ഞാൻ ആളുടെ പേരല്ല, അവർക്ക് കഴിഞ്ഞ് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം വർക്ക് ചെയ്യണം. മാസത്തിൽ 4 ലീവാണ് ഉള്ളത്. പല ഹോസ്പിറ്റൽസിലും എനിക്കറിയില്ല 8, 9, 14 മേളിലൊക്കെ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാകും. ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ മിക്ക MNCസും 5 ദിവസം വർക്കിംഗ്, 2 ദിവസം ഹോളിഡേയ്സ് ആണ്. സോ നമ്മുടെ ടൈമിങ്ങിനെ
അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ടൈമിങ്ങിന് അവരുടെ വർക്ക് ലോഡിന് ഒപ്റ്റിമൈസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്യണം. കൂടുതൽ ഹയറിംഗ് വേണം, ഹയറിംഗ് നടത്തുക. എന്തായാലും മറ്റേ വേറെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ആവും, അത് വേണ്ട. സോ എൻഡ് ഓഫ് ദി ഡേ ഇത് പ്യൂർ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെതിരെയുള്ള പ്രോപ്പറുള്ള ആക്ഷൻസ് എടുക്കുക. വെറും സസ്പെൻഷൻ കൊണ്ട് കാര്യമില്ല. ഒരു ടോട്ടൽ റീവാം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് ഇനി ബിസ്മീർ പോലുള്ള ആൾക്കാർ ഉണ്ടാകാതിരിക്കട്ടെ നമ്മുടെ സിസ്റ്റത്തിൽ. ഇത് ആദ്യത്തെ ഇൻസിഡന്റ് അല്ല. കഴിഞ്ഞ ഒരു തവണ ഒരു റെപ്യൂട്ടഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഗതി കേട്ട് വാർത്താ സമ്മേളനം വിളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഫോളോവർ ആയിക്കോളൂ, പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ന്യായീകരിക്കാതിരിക്കുക. ഞാനിത് പറയാൻ കാരണം, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങളൊന്ന് അതായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ചില പോസ്റ്റുകളിൽ ഈ പുള്ളിയുടെ മരണത്തിൽ വിഷമിച്ചുള്ള ചില ആൾക്കാരുടെ പോസ്റ്റുകൾ ഉണ്ടാകും. അതിൽ ചില ആൾക്കാർ ഒന്ന് വളരെ മോശപ്പെട്ട വാക്കുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, ആയിക്കോളൂ, പക്ഷെ തെറ്റുകളെ തെറ്റെന്ന് കോമൺ സെൻസ് കാണിക്കുക ഗൈസ്. ഇന്ന് ബിസ്മീർ ആണെങ്കിൽ നാളെ നിങ്ങളോ ഞാനോ ആരുമാകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അന്ധമായ രാഷ്ട്രീയ വിരോധവും അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമത്തവും നല്ലതല്ല, മനസ്സിലാക്കുക. എന്തായാലും ബിസ്മീർ എന്ന വ്യക്തിയുടെ ആ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിന് നല്ലത് വരട്ടെ എന്ന് ഉടയതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുക. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, പൊതുജനം എന്ന നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചു. ഓരോ സസ്പെൻഷനിലോ മറ്റോ അല്ല നിൽക്കുന്നത്. പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാകണം. നമുക്ക് ഒരു ഫുൾ പ്രൂഫ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫാൾ പ്രൂഫ് എന്താ പറയുക, വാട്ടർ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാകുക. ആ സൊല്യൂഷൻ നമുക്ക് അത്യാവശ്യമാണ് ഗൈസ്. ഇനി ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കാനാണ്. അപ്പോൾ ലവ് യു, ബൈ.